വിഷുപുലരിക്ക് ഏറെ മുമ്പേ പൂത്തുനിൽക്കുന്ന കണിക്കൊന്നകൾ കാഴ്ചയ്ക്ക് വർണ്ണവസന്തമാണ് തീർക്കുന്നത്. കത്തിയമരുന്ന മീനച്ചൂടിൽ വഴിയരികിൽ പൂത്തുനിൽക്കുന്ന കണിക്കൊന്നകൾ ആരുടെയും മനം മയക്കുന്ന കാഴ്ചയാണ്. സ്വർണശോഭയോടെ നാട്ടുവഴികളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന ആരുടെയും കൺകുളിർപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. വിഷുക്കണിക്ക് കണിക്കൊന്ന ഇല്ലാതെന്ത് ആഘോഷമല്ലേ? മറ്റെല്ലാം ചേർത്ത് കണിയൊരുക്കിയാലും കൊന്നപ്പൂ ഇല്ലാതെ മലയാളികൾക്ക് വിഷുക്കണി പൂർത്തിയാകില്ല. വഴിയരികിൽ പൂത്തു നിൽക്കുന്ന കണിക്കൊന്നകൾ മനം മയക്കുന്ന കാഴ്ചയാണെങ്കിലും വിഷുവെത്താൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ്. വിഷു എന്നത് മലയാളിയുടെ മനസ്സിൽ കൊന്നപ്പൂ കൊണ്ട് എഴുതിയതാണ് എന്ന് പറയാം. കണിക്കൊന്ന എന്ന പേര് ഈ വൃക്ഷത്തിന് കിട്ടുന്നത് തന്നെ വിഷു എന്ന ആഘോഷവുമായി അതിനുള്ള ബന്ധം കൊണ്ടാണ്. കണി വയ്ക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊന്നപ്പൂവ് ആയതുകൊണ്ടാണ് ഈ ഒരു പേര് ലഭിക്കുന്നത്. ഇവിടെ കൊന്ന പല നാളുകളിൽ പൂക്കുന്നു, അല്ലെങ്കിൽ വിഷുക്കാലത്ത് മാത്രം നമ്മൾ ഈ മീനം മേടം മാസങ്ങളിൽ മാത്രമല്ല കൊന്ന പൂത്ത് കാണുന്നത്. കാലാവസ്ഥാ വ്യതിയാനവുമായി അതിന് ബന്ധമുണ്ട്. താപത്തിൻ്റെ ആധിക്യം കൊന്ന പൂക്കാൻ കാരണമാണ് എന്ന് പറയുന്നു. അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഡോക്ടർ PN നായർ എഴുതിയ കേരളത്തിലെ വനസസ്യങ്ങൾ എന്നുള്ള ഗ്രന്ഥത്തിൽ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട് കൊന്നയ്ക്ക് 2 പൂക്കാലങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഒന്ന് ഒക്ടോബർ മാസത്തിലാണ്, പിന്നീട് ഈ വിഷുക്കാലത്താണ് നമ്മുടെ മിഴികൾ മുഴുവൻ കൊന്നയിലേക്ക് ചെന്നെത്തുന്നത് എന്നും പറയാം. മേടമാസത്തിലെ വിഷുദിന പുലരിയിൽ കണിക്കൊന്നയും കണിവെള്ളരിയും കണി കണ്ടുണരാൻ ഒരുങ്ങുന്ന മലയാളിക്ക് ചുട്ടുപൊള്ളുന്ന വേനലിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന ആഹ്ലാദവും ആനന്ദവും പകരുന്ന കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത്. ന്യൂസ് തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.